പിന്നെ നമ്മൾ ബർഗറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു തിക്ക് സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഗ്രേവിയൊക്കെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായി ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ നന്നായി തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്ത് നന്നായി തന്നെ നമുക്ക് ഈ ബട്ടറിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറും മൈദയും കൂടെ നന്നായി തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടെ നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമ്മൾ നല്ലപോലെ തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുമിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ നമുക്ക് കുറേശ്ശെയായി ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കുക, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക, വീണ്ടും ഒഴിക്കുക. അങ്ങനെ നമുക്ക് ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട് അല്ലേ. ഞാനിതിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഇതിങ്ങനെ ചൂടാറി കഴിഞ്ഞ ശേഷം ഇത് വീണ്ടും തിക്കാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ സോസ് ഇപ്പം നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്കിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്നുകൂടെ ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയ ശേഷം ഇത് ഒന്നും കൂടെ കുറുകി വരും. അപ്പോൾ ഞാൻ ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ സോസ് നല്ലപോലെ ചൂടാറിയപ്പോൾ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ സോസ് വെച്ചിട്ട് ഒരു ബർഗറാണ് കേട്ടോ റെഡിയാക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധാ ബണ്ണ് വെച്ചിട്ടാണ് ഞാനത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്കിത് ബ്രെഡൊക്കെ ഉണ്ടല്ലോ, ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കാനും പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. പോരാത്തതിന് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ഗ്രേവി റെഡിയാക്കില്ലേ, അപ്പോൾ അതിനും വേണ്ടിയിട്ട് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത് ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു വീഡിയോ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ബണ്ണിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ മോസറല്ല ചീസ് ഉണ്ടല്ലോ, അത് ഞാൻ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ റെഡിയാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടല്ലോ നമ്മുടെ സോസൊക്കെ ഒഴിച്ചപ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.